9 വർഷങ്ങൾ ഓർക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടോ? എന്നാൽ അത്രയും കാലമായി കെബീർ എന്ന ഈ മനുഷ്യൻ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ്. അതും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. ഒരു സീസൺ ടിക്കറ്റിന്റെ പിൻബലത്തിൽ ഓരോ പ്രഭാതത്തിലും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം: തന്റെ ഈ തുലാസ് കൊണ്ട് ദിവസക്കൂലി കണ്ടെത്തണം. തന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഈ മനുഷ്യൻ ചിലവഴിച്ചത് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിന്റെ മുന്നിലാണ്. പ്രായത്തിന്റെ അവശതകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരുതരം തിളക്കം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ വിജയം തന്നെയാണ്. കൊല്ലത്ത് നിന്നുള്ള ഈ 75-കാരന്റെ കഥ തത്തുമ്മയുടെ ക്യാമറാമാൻ RS അഭിരാമിന്റെ ക്യാമറ കണ്ണുകൾ പറയും. ഇവിടെ ഇതും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷമായി. 2016 മുതൽ. കൊല്ലം ജില്ലയിൽ മയ്യനാട്. എല്ലാ ദിവസവും വന്നിട്ട് പോകും. എല്ലാ ദിവസവും വന്നിട്ട് റെയിൽവേ സീസൺ ടിക്കറ്റ് ഉണ്ട്. 270 രൂപ ഒരു മാസം പോവാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ 2016 മുമ്പ് ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് വെച്ചുകൊണ്ടിരുന്നത്. അണ്ടിപ്പരിപ്പ് വെച്ചോടെ ഇവിടെ വിൽക്കാനാണ് അത് നിർത്തിയത്. നിർത്തിയിട്ട് ഫൈനാൻസ് കോളേജിൽ കുറെ നാള് മോഡൽ ഇരിക്കുമായിരുന്നു. ഇപ്പൊ മോഡൽ ഇരിക്കുന്നില്ല, ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഇരിക്കാനോ അങ്ങനെ മതിയാക്കി. ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാൻ? കാര്യങ്ങള് ഇങ്ങനെ ചെറിയ രീതിയിൽ കഴിഞ്ഞു പോകും. വലിയ രീതിയിലൊന്നും കിട്ടില്ല. 100, 150, 200 കിട്ടും. ഒരു ദിവസം ഇത്രേ കിട്ടും. അതിനുള്ള ചെലവ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട് സഹോദരിയുടെ വീടാണ്. ഈ മയ്യനാട് അവിടെയാ പോയി കിടക്കുന്നത്. സ്വന്തമായിട്ട് ഭാര്യ വീട് ബാലരാമപുരായി. ഞങ്ങളെ അമ്മി ഇത്ര ശരിയല്ല. അവര് മക്കള് 2 പേരുണ്ട്. അമ്മ കുവൈത്തിലെങ്ങണ്ട നിൽക്കുക. 42 വയസ്സെങ്ങണ്ടുണ്ടാവും. പെണ്ണിന് 44 വയസ്സാണ്. ഇവരാരെ നമ്മൾ പോയി നോക്കാനോ അവര് നമ്മളെ വന്ന് നോക്കുകയോ ചെയ്യൂല. പിന്നെ കൂടുതൽ സംരക്ഷിക്കുന്ന ഈ കോളേജിലെ പിള്ളേരോ എല്ലാ കാര്യവും ആശുപത്രി കൊണ്ടുപോകും. മെഡിസിൻ വാങ്ങിത്തരും, ഭക്ഷണം വാങ്ങിത്തരും, ചട്ടം കൊണ്ടും എടുത്തു തരും, പൈസ തരും. ഇതെല്ലാം ഈ പിള്ളേരാ ചെയ്യുന്നത്. അത് കാരണം ഞാൻ ഒരു ദിവസവും മടങ്ങൂല്ല. മഴയായാലും ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ബൈക്ക് വെക്കുന്ന സ്റ്റാൻഡുണ്ട് അവിടെ കയറിയില്ല. പിള്ളേർ മേടിച്ചോണ്ട് തന്നില്ല. ഈ ഭക്ഷണമൊക്കെ പിള്ളേർ മേടിക്കുന്നു. സാറന്മാരും പിള്ളേരും എല്ലാം നല്ല. എത്ര വയസ്സുണ്ട്? 74. 24 വയസ്സുണ്ട്. ഈ പ്രായത്തിന് സ്വന്തമായിട്ട് അതെ, ആരെ ആശ്രയിക്കാതെ തന്നെയാ ഒരു ചായ കുടിക്കാം. അത്രേ ഉള്ളൂ. അത് തന്നെ നമ്മളെ നല്ല കാര്യമാണ്. ഈ വെയിറ്റ് മെഷീൻ വാങ്ങിയ കടയിൽ ആ മുതലാളിയും പറഞ്ഞു നല്ല പരിപാടിയാ. ആരെ ആശ്രയിക്കരുത്, സ്വന്തമായിട്ട് കുഴി പോകുന്നത് വരെ സ്വന്തമായിട്ട് തന്നെ. ഇല്ലേ അവൻ കുവൈത്തിന് ഇരിക്കില്ലേ, അവൻ്റെ ഈ സഹായം ചോദിച്ചൂടെ? ഇല്ലേ അവൻ കൊണ്ടു തന്നൂടെ? വേണ്ടി ഒന്നിനും പോകില്ല. ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് പേര് വരും. അല്ല, ഞാൻ ആര് വന്നാലും ഒരു തടസ്സവും ഇല്ല. ഇപ്പോഴും വരും. ആർക്ക് വേണോ എന്ത് വേണോ ചെയ്തോ എടുത്തോണ്ട് വിൽക്കോ. ഇപ്പം ഡെയിലി വന്നിട്ട് പോകും. അതിന്റെ സുഖമായ പരിപാടിയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പാസഞ്ചർ ട്രെയിനുണ്ട്. 4 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഒരു ചായയുടെ കായ് പോലും ആവുന്നില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വണ്ടിയിലും കയറാം. മലബാറിൽ കയറാം, കണ്ണൂരിൽ കയറാം, ഇന്റർസിറ്റി കയറാം, പുനലൂരിൽ പോവാം. ഏത് വണ്ടി വന്നാലും കയറാം. അതൊരു ലാഭമാണ്. ഇല്ല, കഴിച്ചില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു 4 മണി വരെ ഇരിക്കും. 4 മണിയാകുമ്പോൾ എടുത്ത് രാവിലെ ട്രെയിൻ വരുന്നതാണൊക്കെ. ചില സമയം ട്രെയിൻ വളരെ താമസിക്കും. അരമണിക്കൂർ ലേറ്റാവും. ഇല്ലെങ്കിൽ ഇവിടെ 30 വരും. ട്രെയിൻ അവിടെ 8 രൂപേന് വരും. ഇത് മലബാറും ചെന്നൈയും പോയപ്പോൾ ഇവിടെ തോന്നി. അതിലിരുന്നവർ പരാതി കൊടുക്കുന്നു. അത് കാരണം ഈ 2 വണ്ടി വിട്ടേനിട്ട് എഴുതി വരും. 9 മണി വന്നപ്പോൾ 8:42 ആയാലും
ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാനോ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ആരെങ്കിലും വിളിക്കാനോ? ഫോണുണ്ട്. ഫോണുണ്ടോ? നമ്പരെല്ലാം ഉണ്ട്. എല്ലാവരും ഭൂരിപക്ഷം ആളുകളുടെ കയ്യിലുമില്ല. ഓ, കോളേജ് പിള്ളേരുടെ നമ്പരാണ് മെയിനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ശരി. ആ, 1000 നമ്പരെങ്കിലും ഉണ്ട്. ഇത് മൊത്തം കോളേജ് പിള്ളേരുടെ നമ്പരാണ്. ഓ, കോളേജ് കുട്ടികളുടെ നമ്പറാണ് അതല്ല. അവരെ എഴുതി തരുന്നു, അവരെ വിളിക്കുന്നു സഹായത്തിൽ. ഓ, അപ്പോൾ ഈ സഹായം അയക്കുകയും. ഓ, അത് ശരി. പയ്യ ആസമ അത് ശ്വാസം കുറിനടിക്കാൻ വെയിലല്ലേ? വെയിലത്ത് കാര്യമില്ല. വെയിൽ, മഴ, കാറ്റ്, ഇടി, മിന്നലൊക്കെ വേണം. പ്രകൃതി ഉണ്ടെങ്കിലല്ലേ എല്ലാവരും വളരത്തുള്ളൂ. ഇല്ല എല്ലാവരും കരിഞ്ഞു തന്നെ പോകത്തുള്ളൂ. അതെ, പ്രകൃതി വേണം. മനുഷ്യനായാലും വൃക്ഷമായാലും മൃഗങ്ങളായാലും ആരായാലും പ്രകൃതി ആരും കുറ്റം പറയാൻ പാടില്ല. പ്രകൃതി നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇങ്ങനെ വെയിറ്റ് നോക്കാൻ വരുന്നവരെ എങ്ങനെ എമൗണ്ടുകൾ അവർ തരുന്ന സഹായമായിട്ടാണോ? ഇല്ല, എത്രയും രൂപയ്ക്ക് 5 രൂപ എന്ന് പറയും. 10 വരുന്നവരും കാണും, 10 പേരും കാണാം, 20 വരുന്നവരും 50 വരുന്നവരും കാണും. നേരത്തെ ഒരു അമ്മയും മോളും വന്ന് 2 പേര് വെയിറ്റ് വേണം. എന്താണല്ലേ ഭക്ഷണം കൈ 100 രൂപ ഇങ്ങനെ കിട്ടുമ്പോഴേ ചിലവിന് റെഡിയായ ആവും. കിടക്കുന്ന പെങ്ങളെ വീട്ടിൽ ഒരു 100 രൂപ കൊടുക്കും ഒരു ദിവസം. ചിലവിന് ഇല്ല, അത് 50 ഉള്ളു വെച്ചുകൊണ്ട്. എങ്ങനെയും കാര്യം നടക്കുക. വയസ്സായ കാലം നമുക്ക് പറ്റിയ ജോലി ചെയ്യാം. വലിയ ജോലിയൊന്നും ചെയ്യാൻ വയ്യ. കല്ലും മണ്ണും പാറയും ചുമന്ന് നദിയാക്കിയതാണ്. ചുമക്കാനേ വയ്യ. തെക്കും കട എടുക്കാൻ പോകും, പോറ്റിയെത്താൻ പോകും. ഇങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യും. ലാസ്റ്റാണ് അട്ടിക്കുറിപ്പിച്ചോടെ ചെയ്യും. അതിൽ കഴിഞ്ഞാണ് ഫൈനൈസ് കോളേജ് ചെയ്യുന്നത്. 100 രൂപ മുതൽ 350 രൂപ വരെ ആയിരുന്നു. ഇപ്പോൾ 700 ചപ്പളം. 5 മണിക്കൂർ ടൈമാണ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.